ഹലോ ഫ്രണ്ട്സ്, ഹാരീസ് ഫൈനാൻസ് സെയിൽസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്സ്ട്രോക്കിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കാമെന്നുള്ള ഫുൾ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബൈ ചെയ്ത് അതിന് സ്റ്റോപ്പ് ലോസ് വെച്ച് അതിനെ നമ്മളെങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്യും എന്നുള്ള ഫുൾ സ്റ്റെപ്പ് ലൈവായിട്ട് ചെയ്ത് കാണിക്കുമ്പോഴാണ്. ഞാനിപ്പോൾ അതിന് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്കാണ്, CESC എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് സ്റ്റോക്ക്. അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത് 112.55 അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു റെസിസ്റ്റൻസ് പ്രൈസിലാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് രാവിലെ താന്ന് ഓൾമോസ്റ്റ് ഒരു 4 രൂപയോളം അത് താന്നുണ്ട്. ഇത് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1 മിനിറ്റ് ചാർട്ടാണ് കിടക്കുന്നത്. ഞാൻ സാധാരണ സപ്പോർട്ട് റെസിസ്റ്റൻസും വെച്ചാണ് എൻട്രി എടുക്കാറ്. അപ്പോൾ എൻ്റെ 1 മിനിറ്റ് ചാർട്ടിന് ഞാനത് 1 അവർ ചാർട്ടിലേക്ക് ആക്കി നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണെന്ന്. കഴിഞ്ഞ് 1 അവർ ചാർട്ട് എടുത്തു കഴിഞ്ഞാലും അതൊരു റെസിസ്റ്റൻറ്റ് പോയിന്റിലാണ്. അതായത് 112.45 എന്നുള്ളത് ഒരു നല്ല റെസിസ്റ്റൻറ്റ് പോയിന്റാണ്. അപ്പോൾ ആ പോയിന്റിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും 1 മിനിറ്റ് ചാർട്ടിലേക്ക് മാറ്റുവാണ്. നല്ലൊരു സംഭവം നോക്കാം. പിന്നെ ആവറേജ് നല്ലൊരു ബൈ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഈ 145 എന്നുള്ളതിൽ എൻട്രി എടുക്കണം. ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഓൾമോസ്റ്റ് ഒരു 16,000 രൂപ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 600 ക്വാണ്ടിറ്റിയോളം ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴെയുള്ള ബൈ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ബൈയോ സെല്ലോ. നമുക്ക് സെൽ എൻട്രി എടുക്കണമെങ്കിൽ സെൽ എന്നുള്ള ക്ലിക്ക് ചെയ്യാം, ബൈ എൻട്രി ആണെങ്കിൽ ബൈ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുവാണ്, ബൈ. അപ്പോൾ ക്വാണ്ടിറ്റിയോട് അടിച്ചു നോക്കാം. നമുക്ക് ഞാനൊരു 600 ക്വാണ്ടിറ്റി എടുക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ ലിമിറ്റ് പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മാർക്കറ്റ് പ്രൈസാണ്. ലിമിറ്റ് പ്രൈസ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഡയറക്റ്റ്ലി വഴി ഇവിടെ എടുക്കാൻ സാധിക്കും. നമുക്ക് അത് ഈസി ആയിട്ടുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് അത് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് അതിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഞാനിപ്പോൾ ലിമിറ്റ് പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലിമിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് 112.45 എന്ന പ്രൈസ് കൊടുത്തു. ഇനി താഴെ നമുക്ക് ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്, അത് ഇൻട്രാഡേയിലേക്ക് തന്നെ ഇട്ടു. പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റോപ്പ് ലോസ് ഒക്കെ ആഡ് ചെയ്ത് എനേബിൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും. കാരണം അതൊക്കെ പ്രോസസ്സ് ഒത്തിരി കൂടുതലായി പോകും. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ 600 ക്വാണ്ടിറ്റി മേടിക്കണമെങ്കിൽ 600 ക്വാണ്ടിറ്റി മേടിക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എസ്റ്റിമേറ്റഡ്. ഓക്കെ, 1 സെക്കൻഡ്. കോൾ വന്ന ആരുടെ ഇടയ്ക്ക് പോയതാണ്. ഏകദേശം 13,494 രൂപയാണ് വേണ്ടത്. ഞാനതൊരു 700 ക്വാണ്ടിറ്റി വെക്കാം. എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് 16,582 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 700 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ അത് 700 ക്വാണ്ടിറ്റി ആക്കി. അപ്പോൾ അപ്ഡേറ്റ് ആക്കി 15,700 ഏകദേശം. ഓക്കെ, അപ്പോൾ ഏകദേശം 750 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും. ഞാൻ തൽക്കാലം 700 ക്വാണ്ടിറ്റിക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യണേ. 112.45 ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ഓർഡേഴ്സിൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, കാരണം പ്രൈസ് മാച്ച് വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് 190 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയി. അത് 112.45 150. അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ ഇത് ഓർഡർ ബുക്കിൻ്റെ അകത്താണ് കാണുന്നത്. അത് നമ്മൾ പോർട്ട്ഫോളിയോ എന്നുള്ളതിൽ സ്വിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 190 ക്വാണ്ടിറ്റി ബൈ ആയിട്ട്. ബാക്കി അടുത്ത പ്രൈസ് മാച്ച് വരുമ്പോൾ മേടിച്ചു, കാരണം പ്രൈസ് തന്നെ ഇൻക്രീസ് ചെയ്ത് 112.60 പ്രൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് ബാക്കി ക്വാണ്ടിറ്റീസ് ബൈ ചെയ്തത്. ഇനി പ്രൈസ് കുറഞ്ഞ് 145 എത്തുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ബാക്കിയുള്ള ക്വാണ്ടിറ്റിയും കൂടി അത് ബൈ ഓർഡറിലേക്ക് ആയിക്കോളും. നമുക്ക് നോക്കണേ വെച്ചാൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ വിൻഡോ ആണ് വരുന്നത്. ഇവിടെ ഡയറക്റ്റ്ലി സ്ക്വയർ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ബൈ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ പ്രൈസൊക്കെ കാണണമെങ്കിൽ ഇതിങ്ങനെ സൈഡിലേക്ക് മാറ്റുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം. ഇതിനി ഒത്തിരി മുകളിലേക്ക് പോകാനാണ് ചാൻസ്. നമുക്ക് തന്നെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബൈ കിടക്കുന്നത്. 170, 65, 60, 55, 55 ഇത്രയും ക്വാണ്ടിറ്റീസ് ബയ്യേഴ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ സെല്ലേഴ്സ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് നോക്കണം. എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കോട്ട് വരിക. ഈ ചാർട്ട് നമുക്ക് നോക്കാം. പ്രൈസ് കാരണം മുകളിലേക്ക് കയറിപ്പോണ്ടോ ചാർട്ട് നോക്കണമെങ്കിൽ കാണാൻ സാധിക്കും. ഇതായിരുന്നു ഞാൻ വെച്ച പോയിന്റ്. അത് നല്ല റെസിസ്റ്റൻറ്റ് പോയിന്റ് ആയിരുന്നു. അതാണ് അവിടെ ഞാൻ എൻട്രി എടുത്തത്. അവിടുന്ന് ആ എൻട്രി 700 ക്വാണ്ടിറ്റിയും എക്സിക്യൂട്ട് ആവുന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. എക്സിക്യൂട്ട് ആയിട്ടുള്ള സർക്കാർ വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒന്നുകൂടി പ്രൈസ് താഴേക്ക് വന്ന് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്രോഫിറ്റ് ലോസ് നോക്കാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതവിടെ ഓർഡർ ബുക്കാണ്. ഓർഡർ ബുക്കിൻ്റെ അകത്ത് പൊസിഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്, ഹോൾഡിംഗ് എന്നുണ്ട്. ഹോൾഡിംഗ് നമ്മുടെ കയ്യിലുള്ള ഹോൾഡിങ്ങിൻ്റെ
അന്നത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇൻട്രാഡേക്ക് വരുമ്പോൾ നമ്മൾ ഈ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. അതാണ് ഏകദേശം 66 രൂപ പ്രൈസ് 112.80 ആയപ്പോൾ 66.5 രൂപ പ്രോഫിറ്റായി. അത് ആ 700 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് എനിക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള പ്രൈസ് ആയേനെ. അത് ചിലപ്പോൾ ഈ എന്നൊക്കെ വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് താഴേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കിനി അതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർഡർ ഫുൾ എക്സിക്യൂട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് വെക്കുമ്പോൾ കാണിച്ചാൽ എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് കാണിച്ചുതരാം. ഈ നമ്മുടെ പൊസിഷനിൽ പോവുക. നമുക്കതിലൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഫുൾ ക്വാണ്ടിറ്റി താഴേക്ക് വന്ന് എക്സിക്യൂട്ട് ആവുമോ എന്നറിയാൻ വേണ്ടി. കാരണം ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും ഒന്നും കൂടി താഴേക്ക് വരാനായിട്ട് മാർക്കറ്റ് ഡെപ്ത് എടുത്തിട്ട്. കാരണം ഏകദേശം ഒരു 3000 ഏകദേശം ഒരു 4000 ക്വാണ്ടിറ്റിയാണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ക്വാണ്ടിറ്റികളെയും എക്സിക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. ഈ ഉള്ള ക്വാണ്ടിറ്റിക്ക് വേണ്ടി നമുക്ക് സ്ക്വയർ ഓഫ് സെറ്റ് ചെയ്യാം. പക്ഷേ മൊത്തം ക്വാണ്ടിറ്റിയിൽ വെച്ച് വെക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. സമയം ഒത്തിരി ആവുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. 36 മിനിറ്റ് ആയില്ലേ. നമ്മുടെ 75 താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സെല്ലേഴ്സിൻ്റെ പെർസെൻറ്റേജ് 44% നിൽക്കുന്നത്. നമുക്ക് ഇന്നത്തെ അന്നേരം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ആ വെയിറ്റ് ചെയ്യുന്ന സമയം കണ്ട് നമ്മുടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രൈസ് ഓപ്പൺ ആയ പ്രൈസ് അതായത് 118 ആണ് ഇന്ന് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തത്. പ്രീവിയസ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ എത്ര രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തെന്നുള്ളത്. ഇവിടെയാണ് വോളിയം. ഈ വോളിയം ഉദ്ദേശിച്ചാൽ എത്ര ബൈ സെൽ മാച്ച് വന്നു എന്നാണ് കാണിക്കുന്നത്. ഞാൻ പിന്നെ ഇന്ന് പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഈ കാണാൻ ചാൻസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ്. ബൈ വോളിയം 44% ബൈ വോളിയം വന്നിട്ടുണ്ട്. അതായത് സാധാരണ സ്റ്റോക്കിനൊക്കെ എപ്പോഴും ബൈ കുറവായിരിക്കും, സെല്ലേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സെല്ലേഴ്സ് വന്നിട്ട് പ്രൈസ് താഴേക്ക് പോകാനാണ് ചാൻസ്. ഒത്തിരി ബൈ സെല്ലിനേക്കാളും കൂടുതൽ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്പോൾ 85 വന്നിട്ടുണ്ട്. അതാ വെറും 100 ക്വാണ്ടിറ്റിയാണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്കത് 4x മാർജിൻ വെച്ചാണ് ഏകദേശം മേടിച്ചേക്കുന്നത്. നമുക്കൊരു മാച്ച് 1 മിനിറ്റോളം വെയിറ്റ് ചെയ്തേക്കാം. നമുക്കിനിപ്പോൾ ഇതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ചാർട്ടിലുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ന്യൂസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവരിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഫണ്ടമെന്റ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാം. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. ചാർട്ടൊന്നുകൂടെ എടുത്തിട്ട് നോക്കാം. നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഈ താഴേക്ക് ഒന്നുകൂടെ വന്നിട്ട് ഫുൾ ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചാർട്ടിലേക്ക് നോക്കി കണ്ടോ, ഇതൊരു ഓക്കെ. ഇപ്പോൾ വീണ്ടും ഒരു അപ്പർ റെസിസ്റ്റൻസ് പോയിന്റിലാണ് നിൽക്കുന്നത്. സപ്പോർട്ട് പോയിന്റ് നമ്മളിവിടെ സപ്പോർട്ട് പോയിന്റിലായിരുന്നു എൻട്രി എടുത്തത്. ഇത് ഒരു റെസിസ്റ്റൻസ് പോയിന്റാണ് 112.80 എന്ന്. നമ്മളിവിടെ ഫുൾ ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ട് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി നല്ല രീതിയിൽ ഓർഡർ ക്ലോസ് ചെയ്യായിരുന്നു. ഈ റെസിസ്റ്റൻസ് പോയിന്റ് താഴേക്ക് തന്നെ വരാനാണ് ഇനി ചാൻസ്. പക്ഷെ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് ഏകദേശം 1 അവർ ചാർട്ടിനകത്ത് എടുത്ത് നോക്കാം. ഞാനെപ്പോഴും 1 അവർ ചാർട്ടിലാണ് റെസിസ്റ്റൻസ് ഡിസൈഡ് ചെയ്യാറ്. 145 എക്സിക്യൂട്ട് ആയിരുന്നെങ്കിൽ ഈ എഫ് സ്റ്റോക്കിന് ഇപ്പോഴുള്ള പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫോണിലേക്ക് പെട്ടെന്ന് ഹാങ് ആയി പോകും. അപ്പോൾ ഇച്ചിരി പാടാതുണ്ട്. പിന്നെ ബാക്കൊക്കെ പോയിട്ട് വരണം. പിന്നെ റിയൽ റെസിസ്റ്റൻസ് പോയിന്റ് വരുന്നത് ഇവിടെയാണ് 113.9. ഏകദേശം ഒരു 1.5 രൂപ പെർ ഷെയറിന് 700 ക്വാണ്ടിറ്റി ആകുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇപ്പോൾ എൻട്രി എടുത്തത്. പക്ഷേ അത് നടക്കുന്ന പോലില്ല. കാരണം 100 ക്വാണ്ടിറ്റിയാണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ആ 100 ക്വാണ്ടിറ്റിക്ക് വലിയ 10-100 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ്. നമ്മളപ്പോൾ ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ താഴേക്ക് വന്ന് ഫുൾ ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓപ്പൺ കിടക്കുന്നില്ലേ അത് തന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വയ്ക്കുക. ഒന്നുകിൽ എനിക്ക് അതിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ മോഡിഫൈ ചെയ്ത് വേറെ ഒരു പ്രൈസിലേക്ക് കൊണ്ടുവരാം. അത് ഇപ്പോഴത്തെ പ്രൈസിലേക്ക് വേണ്ടി ആക്കാം. പക്ഷെ അത് ചെയ്യുന്നേക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഓൾറെഡി എക്സിക്യൂട്ട് ആയ ഒരു ഓർഡറിന് അതിനെ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്നാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ 190 ക്വാണ്ടിറ്റിയാണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റോപ്പ് ലോസിന് അതിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ സ്ക്വയർ ഓഫ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബൈ ആണ് ചെയ്തത്. അതിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ ഓഫ് സെല്ലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്നെങ്കിൽ മാർക്കറ്റ് പ്രൈസ് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം. ഈ 113 പോയിൻറ്റ് എത്രയാണോ നിൽക്കുന്നത് ആ പ്രൈസിൽ സ്ക്വയർ ഓഫ് ചെയ്യാണ്ട് ഈ സൈപ്പ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 115 രൂപ ആകുമ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യണമെന്നാണെങ്കിൽ 115 അടിച്ചിട്ട് ഈ സൈപ്പ് എന്നുള്ള ഞെക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും
സ്യൂട്ടായിട്ട് നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് ഇതിനേക്കാൾ താഴെ. ഇനി പ്രൈസ് താന്ന് ഒരു 112.95 വന്നു കഴിഞ്ഞ് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസും നമുക്ക് എക്സിക്യൂട്ട് ആവേണ്ടത്, അതായത് ഇപ്പം മുകളിൽ കയറിയല്ലോ, ഇനി താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോ സ്കോർ ഓഫ് ആണോ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 112.95 ഇടാം. എന്നിട്ട് നമ്മൾ 112.95 കൊടുത്തിടുവാണെങ്കിൽ അല്ല ഇവിടെ 90 ഇടാം, സേഫ് സൈഡിന് എക്സിക്യൂട്ട് ആവാൻ വേണ്ടി. കാരണം സെയിം പ്രൈസ് വെച്ചിട്ട് ചിലപ്പോൾ എക്സിക്യൂട്ട് ആയില്ല എന്ന് വരും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് താന്ന് 112.95 എത്തുമ്പോൾ നമ്മുടെ ബ്രോക്കർ മാർക്കറ്റിലേക്ക് 112.90 എന്നുള്ള ഓർഡർ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ആ സെൽ ഓർഡർ കറക്റ്റ്, പിന്നെ ഈ പ്രൈസ് 112.90 എന്നുള്ള ഓർഡറിൽ പ്രൈസ് മാച്ച് വരുമ്പോൾ എക്സിക്യൂട്ട് ആവും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഒരു പ്രൈസ് ആകുന്ന ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തുമ്പോൾ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യേണ്ടതാണ്, എന്നാലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എന്ന് എനിക്കറിയാം. അത് ഞാൻ പുറകെ ഓരോന്നായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. തൽക്കാലം ഇതൊരു ജസ്റ്റ് ഓവറോൾ ഇത് ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണേ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ പ്രൈസ് വയ്ക്കുന്നത് 113.20 എന്ന് വെച്ചു. അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന 113.30 ആയിരുന്നു, ഇപ്പോൾ 20 ആയിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈബ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഓർഡർ എക്സിക്യൂട്ട് ആവും. കാരണം 20 മാച്ച് ഉണ്ട്. അപ്പോൾ ഒരു 15 നമുക്കൊരു ടൈം കിട്ടാൻ വേണ്ടി, അതാ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കാണിക്കാൻ വേണ്ടി. ഈ വീഡിയോൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ പ്രോഫിറ്റ് കിട്ടിയായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. പക്ഷേ ചെയ്യാൻ, കാരണം ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100-120 രൂപ ലാഭം കിട്ടുള്ളൂ. 120 ലാഭം എന്ന് പറഞ്ഞാൽ ഓർഡർ എക്സിക്യൂഷൻ കോസ്റ്റായിട്ട് തന്നെയായിട്ട് 40 രൂപ ബ്രോക്കറേജും, അതുകൂടാതെ ബാക്കി ചാർജസ് ആയിട്ട് 10 രൂപ 60 രൂപ പോകും. ബാക്കി ഒരു 50 രൂപയാണ് ചിലപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ 113.15 സൈബ് ടു സെൽ എന്നുള്ള കൊടുക്കുവാണ്. അതായത് പ്രൈസിന് താന്ന് 113.15 ആണ് ഓർഡർ എക്സിക്യൂട്ട് ആവും ഓട്ടോമാറ്റിക്കലി. വീണ്ടും താന്ന് 115 ആയി. നമുക്കൊരു ഒരു 10 കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഓർഡേഴ്സിൻ്റെ അകത്ത്, അതായത് ഇവിടെ ഓർഡേഴ്സിൻ്റെ അകത്ത് ട്രിഗർ പെൻഡിങ് ആയിട്ട് ഓർഡർ കിടക്കേണ്ടത് 190 ക്വാണ്ടിറ്റി. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 190 ക്വാണ്ടിറ്റിയുടെ സെൽ ഓർഡർ കിടക്കുന്നുണ്ട്. ഈ ബൈ ഓർഡറിൻ്റെ ആദ്യത്തെ ഓർഡർ പെൻഡിങ് എക്സിക്യൂട്ട് ആകാത്ത ക്വാണ്ടിറ്റിയാണ്. അതിപ്പോൾ ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ കാണിച്ചു തരാം. അത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ അതിന് മുകളിലാണ് നിൽക്കുന്നത്. പ്രൈസ് നിൽക്കുന്നത് 113.30 നിൽക്കുന്നത്. ഞാൻ വെച്ചേക്കുന്ന ഓർഡർ ഇരിക്കുന്നത് പ്രൈസ് കുറഞ്ഞ് 35 ആയിപ്പോയി. എനിക്ക് വേണമെങ്കിൽ ഈ ട്രിഗർ കൊടുത്തതിന് ഓർഡർ വേണമെങ്കിൽ കൂടി മോഡിഫൈ ചെയ്യാനും പറ്റും കേട്ടോ. അതായത് പ്രൈസ് കുറഞ്ഞ് എപ്പോൾ 11 ഞാൻ കൊടുത്തതിന് എത്രയില്ല 15 അല്ല കൊടുത്തത്, മോഡിഫൈ എടുത്തു. ഞാൻ ഇപ്പോൾ കൊടുത്തായിരുന്നു 110 ആയിരുന്നു. എനിക്കിപ്പോൾ ഞാനത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം കാണിക്കാൻ വേണ്ടി 30 കൊടുക്കുവാണ്. അപ്പോൾ മിനിമം ഒരു 30 പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. 113.30 അതിപ്പോൾ 30 ആക്സിലേക്ക് ഞാൻ 25 കൊടുക്കാം. 30 കൊടുത്തു, സൈബ് ടു മോഡിഫൈ കൊടുത്തു. അത് കംപ്ലീറ്റ് ആയി പൊസിഷനിൽ കാണാൻ സാധിക്കും. എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 161.50. അത് 190 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അന്നേരം 700 ക്വാണ്ടിറ്റി അന്നേരം എക്സിക്യൂട്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 600 രൂപ അവിടെ കേസായിരുന്നു. ഇത് പോട്ടെ. ഇങ്ങനെയാണ് ശരിയായ പ്രോസസ്സ്, ഫുൾ പ്രോസസ്സ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി സ്ക്വയർ ഓഫ് ചെയ്യണേ മാർക്കറ്റിൽ ചെയ്യണേ അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ഒരു പെൻഡിങ് ഓർഡർ കിടക്കുന്നുള്ളൂ, അതെങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ ഈ ഓർഡർ ഇനി എപ്പോഴെങ്കിലും പ്രൈസ് ആകുന്നു ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവും. ഇതിപ്പോൾ എനിക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോഡിഫൈ ഉണ്ട്. മോഡിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 700 ക്വാണ്ടിറ്റി ആയിരുന്നു കിടന്നത്, 112.45 ആണ്. ഇത് വേണമെങ്കിൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു 40 ഇല്ലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൈസിലേക്ക് ഇതുകൊണ്ട് പ്രൈസ് ഒത്തിരി 113 ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് ക്ലോസ് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം പ്രൈസ് 113.65 എത്തുന്നുണ്ട്. നമുക്കെന്താ ഒരു ഷോർട്ട് സെല്ല് ചെയ്യണ ഓർഡറും കൂടെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കാം. ഞാൻ ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ് തൽക്കാലം. ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാൻസലിൽ നിൽക്കിയാൽ മതി. ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ക്യാൻസൽ കൊടുത്തു. ഷോണ്ട് ക്യാൻസൽ. അതായത് ഇതിൻ്റെ ബാക്കി എക്സിക്യൂട്ട് ആവാതിരുന്ന ക്വാണ്ടിറ്റി, അതായത് ബാക്കിയുള്ള 510 ക്വാണ്ടിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തു. ഇത് കംപ്ലീറ്റ് ആയ ഓർഡറാണ്. നമുക്ക് നമ്മുടെ പൊസിഷൻ കാണി പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ
എനിക്ക് മൊത്തം ഒരു 161 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇതാണ് ഒരു ബൈ ഓർഡർ ഇൻട്രാഡേയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതിന് പറഞ്ഞു തരാം. വോയിസ് ഇട്ടാൽ മതി. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അപ്സ്റ്റോക്കിൽ അങ്ങനെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത വീഡിയോ ഇപ്പം നമ്മളിപ്പോൾ ബൈ എൻട്രി ആണ് എടുത്തത്. ഇനി ഷോർട്ട് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സെൽ എൻട്രി എടുത്തിട്ട് എങ്ങനെയാണ് സ്ക്വയർ ഓഫ് ചെയ്യണമെന്ന് ഞാൻ അടുത്തൊരു വേറെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റേ സെൽ ഓർഡർ എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതിയാവും.